ലവലി പീപ്പിളെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായി ഒരു കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് യു ഓൾ നോ ദാറ്റ് ഐ ലവ് ഫുഡ് ജസ്റ്റ് ലൈക്ക് ഐ ലവ് മൈ ലൈഫ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കുസീൻസ് ആണ് ഏഷ്യൻ ഫുഡ്. ഇന്ന് നമ്മൾ ഒരു കൊറിയൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേരെന്താണെന്നറിയോ? ഗുൽജാൻ. ഗുലാബ് ജാമുൻ അല്ല, ഗുൽജാൻ. കൊറിയനിൽ ഗുൽ എന്ന് പറഞ്ഞാൽ ഓയിസ്റ്റേഴ്സ്, ജോൺ എന്ന് പറഞ്ഞാൽ പാൻ കേക്ക്സ്. നമ്മൾ യൂഷ്വലി സ്വീറ്റ് പാൻ കേക്ക്സ് അല്ലേ കഴിക്കാറ്, പക്ഷെ ഇതൊരു സേവറി പാൻ കേക്ക് ആണ്. ഓറിയന്റൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ എന്തായാലും ഇത് കിട്ടും. ഫ്രോസൺ ഓയിസ്റ്റർ മീറ്റ്സ് ആണ്. ഈ സാധനമാണ് ഞാൻ മേടിച്ചത്. ഇൻ കേസ് എന്റെ പാൻ കേക്ക് പാളിപ്പോയാൽ ഐ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് ദിസ്. ഓയിസ്റ്റേഴ്സ് ആർ എക്സ്പെൻസീവ്, യു നോ. ഞാൻ ഉണ്ടാക്കുന്ന പാൻ കേക്ക് കഴിച്ചാൽ തന്നെ പകുതി ചാവേണ്ടവരൊക്കെ ചാവും. അതിൽ കൂടുതലൊന്നും പറ്റാനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓയിസ്റ്റേഴ്സ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്, സോ ദാറ്റ് കുറേ വെള്ളമൊക്കെ ആ ടിഷ്യൂലേക്ക് പോകുന്നോളും. കുറച്ച് ഡ്രൈ ആയിട്ട് ഓയിസ്റ്റേഴ്സ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ഓരോ ഹാക്സ് ഒക്കെ ആര് പറഞ്ഞു തരും നിങ്ങൾക്കൊക്കെ? സ്പ്രിംഗ് അനിയൻസ് ഞാൻ ഒരാഴ്ചയായി ഇവിടെ വാങ്ങി വെച്ചിട്ട്, അതുകൊണ്ട് കുറച്ച് അടിപ്പോയി. അതൊരു തെറ്റാണോ? അല്ലല്ലോ. നമ്മൾ ആകെ ഒരു ഒറ്റ പാൻ കേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ ഫെയ്റ്റിന് അങ്ങനെ അങ്ങ് പുഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറേയൊക്കെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ തോറ്റ് തിന്നാൻ പടി പോക്കറ്റിലേക്ക്. ഫസ്റ്റ് നമ്മളൊരു ഡിപ്പിംഗ് സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം പാൻ കേക്ക് ഒറ്റയ്ക്ക് തന്നാൽ എനിക്ക് തോന്നുന്നു അത്ര വശമില്ല എന്ന്. ഞാൻ കൈ കൊണ്ടിട്ടിപ്പോൾ ഇങ്ങനെ ഇളക്കിയാണ്. സോയ സോസ് വിനീഗർ എൻ്റെ സന്തോഷത്തിന് ഇച്ചിരി ഗോച്ചുജാൻ, ടോസ്റ്റഡ് സെസമി സീഡ്സും സ്പ്രിംഗ് ഒനിയൻസും കൂടെ ഇട്ടാൽ ഡിപ്പിംഗ് സോസ് കൂടെയുള്ള ഒരു സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പം ഞാൻ ഇത് ഭയങ്കര ലൈറ്റ് ആക്കാൻ പോവാണ്. ഇതിൽ ഞാൻ വെള്ളം ചേർക്കും. നിങ്ങൾക്ക് എത്ര സ്ട്രോങ് ആണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ ഉണ്ടാക്കി എന്ത് കൊള്ളായാലും സ്പ്രിംഗ് ഒനിയൻ അത് നികത്തും എന്നുള്ള ഒരു മനസ്സോടെ വേണം നമ്മളിത് ചെയ്യാൻ. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി പ്ലെയിൻ ഫ്ലവർ, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഇച്ചിരി ഉപ്പ്, പെപ്പർ പൗഡർ, അങ്ങനെ തോന്നിയ പൗഡറുകളൊക്കെ ഇട്ടോ കുറച്ച് വെള്ളവും കൂട്ടി ലൂസാക്കി ഉണ്ടാക്കുക. നമ്മുടെ കലക്കിപ്പാർന്നപ്പത്തിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിന്റെ ബാറ്റർ വേണ്ടത്, കുറച്ച് ലൂസായിട്ട്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഓയിസ്റ്റർ ഒന്ന് സീസൺ ചെയ്യണം. എന്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് എല്ലാ ഓയിസ്റ്റേഴ്സ് കൂടി നമ്മൾ ഒറ്റ ഡിഷിലും കൊണ്ടേ കളയരുത്. അതുകൊണ്ട് നമ്മൾ ഹാഫ് ഓഫ് ദ ഓയിസ്റ്റേഴ്സിൽ വെറും സോൾട്ട് ആൻഡ് പെപ്പറും അതർ ഹാഫിൽ കോക്കനട്ട് ആൻഡ് ലൈം, പെരി പെരി സീസണിങ്, ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, സോൾട്ട്, പെപ്പർ, കുറച്ച് എഗ് ബീറ്റ് ചെയ്തത്, കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ബാറ്ററിലേക്ക് സ്പ്രിംഗ് ഒനിയൻ നീളത്തിൽ കട്ട് ചെയ്തത്, വട്ടത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് പച്ചമുളക് ചെരിഞ്ഞ് കട്ട് ചെയ്തത്, ഇനി ചാവട്ടെല്ലാരും. പിന്നെ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം ഇട്ട് ഓയിസ്റ്റേഴ്സ് കൂടി അതിലിട്ടിട്ട് മെല്ലെ ഇളക്കണം. ഓയിസ്റ്റേഴ്സ് സ്വർഗ്ഗം കാണരുത്. നമ്മുടെ പാൻ കേക്ക് മിക്സ് റെഡി ആയിരിക്കുകയാണ്. സെറ്റ് അസൈഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഈ സോസ് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ അതിന് മണം ഒന്ന് ഇച്ചിരി ഒരു പഞ്ചറ്റ് സ്മെല്ല് കുറച്ചൊന്ന് കുറയുന്നു, പക്ഷെ ഇപ്പോഴും അത് അതേ മണമാണ്. ഈ സോസ് ആയപ്പോൾ സജസ്റ്റ് ചെയ്യും ടു മേക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ വിനെഗർ, ഗ്രീൻ സോസ് ഒക്കെ കഴിക്കൂലേ, അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് തീരെ പറ്റാത്ത സാധനമാണ്. ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ ആം ഗോണ യൂസ് ദിസ്. നമുക്ക് കുറച്ചുകൂടെ മുട്ട ആവശ്യമുണ്ട്. ഫുൾ ഹീറ്റിലിട്ടിട്ടാണ് ഇതിപ്പോൾ ചൂടാക്കുന്നത്. ഇത് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ മാത്രം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി. ഒലിവ് ഓയിൽ ഒഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ കിടക്കല്ലേ, ഒരു സൈഡിൽ കിടക്കല്ലേ മക്കളെ, കളിക്കാം. നല്ലോണം ബീറ്റ് ചെയ്ത എഗ് ഫ്യൂ സ്പൂൺസ് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് റെഡ് ചില്ലി കൂടി ഇട്ടാൽ കാര്യം റെഡി. പക്ഷെ എൻ്റെ അടുത്ത് റെഡ് ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളുടെ ഉണക്കമുളകാണ് യൂസ് ചെയ്തത്. പുകഞ്ഞ് ചത്തില്ലാന്നേ ഉള്ളൂ. This is our oyster jam getting ready. എന്റെ കഴിവ് അപാരമായതുകൊണ്ട് ഒറ്റയ്ക്ക് ഫ്ലിപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അല്ലെങ്കിലും എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ. ഇത് കുറച്ച് പൊട്ടിപ്പൊട്ടിച്ചുമായിട്ടുണ്ട്, പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല. ശരിക്ക് ഓയിസ്റ്റർ ജോൺ ഉണ്ടാക്കുമ്പോൾ ഇൻഡിവിജ്വലി ഓയിസ്റ്റേഴ്സ് ഡിപ്പ് ചെയ്തിട്ടാണ് വെക്കുക. പക്ഷെ ഞാനിങ്ങനെ പാൻ കേക്ക് രൂപത്തിൽ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനൊരു കൊറിയൻ കുക്കിംഗ് ഷോ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു ലേഡി, ഒരു റെസ്റ്റോറന്റ് ഓണർ ഈ ഒരു രീതിയിൽ പാൻ കേക്ക് രീതിയിലും ഓയിസ്റ്റർ ജോൺ ഉണ്ടാക്കി. അപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതുകൊണ്ട് ഇങ്ങനെ കൊള്ളായി. പക്ഷെ സാരമില്ല, ഇറ്റ് വുഡ് ടേസ്റ്റ് the same. Let's give it a try, okay? ഇത് ഞാൻ മൊത്തത്തിൽ ചിക്കി പരത്തി മുട്ട ചിക്കിയതാക്കിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഓയിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു തല തിരിഞ്ഞ് ആലോചിച്ചിട്ടും കിട്ടിയില്ല. പക്ഷെ അവസാനം ഞാൻ എത്തിയത് അടുത്ത ഒരു ഫ്ലോപ്പിലേക്കായിരുന്നു. ഓയിസ്റ്റർ ജാം ഈസ് റെഡി. നല്ല ഓയിസ്റ്റർ ഉള്ള പിസ്സ ഒറ്റയ്ക്ക് കഴിച്ചു നോക്കാം അല്ലേ? Let me try it with the dipping sauce that with bad fate I made. It's just the smell I hate. Let's taste this with chili oil. Okay? Nice. Let's see what our oyster omelette turned out to be. Oyster omelette നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. Let's taste this oyster. ഉപ്പ്. ഇപ്പൊ ഉണ്ടാക്കിയ സാധനം ഒരു നടക്ക് പോകില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോ ഇന്ന് ഓയിസ്റ്റേഴ്സിന് മാത്രം തപ്പിപ്പിടിച്ച് അതിനെ രക്ഷപ്പെടുത്തി. ഓയിസ്റ്റർ ജാം റെഡി ആയിരിക്കുകയാണ്. കുറേ പാളിപ്പോയി. ഞാൻ ഉദ്ദേശിച്ചതേ അല്ല വന്നത്. ലെറ്റ്സ് ട്രൈ അവർ ഫ്രൈഡ് ഓയിസ്റ്റർ. കളിക്കല്ലേ കുട്ടി.
മിന്റ് ടേസ്റ്റ്. സ്പ്രിംഗ് അണിയൻ്റെ ഫ്ലേവർ കേട്ടോ അത്. അതിന് അതിലൊരു കൊടുക്കണം. ചിരിയെങ്കിലും ഒരു പച്ച ഫിഷിന്റെ ടേസ്റ്റ് തീരെ പറ്റാത്തവർക്ക് ഇത് തീരെ പറ്റില്ല. എന്നെപ്പോലെ എന്തും പോകുന്നുള്ളവർക്ക് ഓക്കെ, നോട്ട് ബാഡ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മസാല കേട്ടുണ്ടാക്കിയാൽ മതിയായിരുന്നു. സംടൈംസ് നമ്മൾ തോറ്റുപോകും, സംടൈംസ് നമ്മൾ ജയിക്കും. എപ്പോഴും വിജയം മാത്രം പോരല്ലോ. ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്യാതിരിക്കാം. ഗുൽജോൺ ഉണ്ടാക്കുന്ന വേറെ വല്ല വീഡിയോ കണ്ട് ട്രൈ ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ.